അസ്സലാമു അലൈക്കും. നമസ്കാരം. ഞാൻ ഷംസു യാക്കൂബ്. പ്രധാനമായി ഇതിനകത്ത് വരാനുള്ളൊരു കാരണം മരണം. നമ്മളെല്ലാവരും മരിക്കും. അപ്പം നമ്മളെന്താ പറയുക, അത് പടച്ചവൻ്റെ വിളിയാണ്. നമ്മൾ പോയേ പറ്റൂ. ശരിയാണ്, നമ്മൾ പോയേ പറ്റൂ. പക്ഷേ ഒരുപാട് മരണത്തോടടുക്കുമ്പോൾ, കുഴഞ്ഞു വീഴുമ്പോൾ ഒക്കെ നമ്മൾ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു രീതി അവലംബിക്കാറുണ്ട്. അവർക്കൊരു ശ്വാസോച്ഛ്വാസം കൊടുക്കുക, അങ്ങനെയൊക്കെയുള്ളത് ചെയ്യുമ്പോൾ ഒരുപാട് പേര് കവർ ചെയ്ത് വന്നിട്ടുണ്ട്. ബഹുഭൂരിപക്ഷം ആളുകൾക്കും കുടുംബത്തിനും ഇതറിയില്ല, പഠിക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ സ്കൂൾ കുട്ടികൾക്കൊക്കെ ഏകദേശമൊക്കെ ഒരു അറിവ് കൊടുത്തതിന് ശേഷം ഒരു വഴിയിൽ കിടന്ന ഒരാളെ ഒരു സ്കൂൾ കുട്ടി രക്ഷപ്പെടുത്തിയതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഫസ്റ്റ് എയ്ഡ് കൊടുക്കാൻ നമ്മളെല്ലാവരും പഠിച്ചില്ലെങ്കിൽ ഇനിയുള്ള കാലഘട്ടത്തിൽ വളരെ ഗുരുതരമാണ്. കാരണം വെച്ചാൽ നമ്മൾ വൈകിയുള്ള ഭക്ഷണങ്ങൾ കഴിച്ച് കിടന്നുറങ്ങുന്നവരാണ് ഇന്ന് ഏറിയ പങ്ക്. എന്തെല്ലാം ഹാർഡായിട്ടുള്ള ഭക്ഷണമാണ് നമ്മൾ കഴിക്കണമെന്നുള്ളത് പോലും നമുക്കറിയില്ല. അപ്പോൾ എത്രയോ വളരെ ചെറുപ്പത്തിൽ തന്നെ അവർക്ക് ചിലപ്പോൾ ഹൈ ഷുഗർ ഉണ്ടാകാം, അല്ലെങ്കിൽ ഹൈ കൊളസ്ട്രോളുകൾ ഉണ്ടാകാം. അവരവരുടെ ചെറുപ്പത്തിൻ്റെ കരുത്തനുസരിച്ച് അവർ പറയും എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറയും. കുഴഞ്ഞു വീഴുമ്പോഴോ അങ്ങനെയുള്ള പല രീതിയിലും സംഭവിച്ച് മരണപ്പെട്ടു. ഞാനിത് പറയാൻ കാരണം, എൻ്റെ അടുത്ത സുഹൃത്തുക്കൾ 2 പേര്, ഒരാൾ ഇന്നും കഴിഞ്ഞ ആഴ്ചയായിട്ട് മരിച്ചു. ഒരുപാട് പേര് മരണപ്പെടുന്നുണ്ട്. പക്ഷെ ഉറ്റ സുഹൃത്തുക്കൾ, നമ്മൾ പരിപാടികൾക്കൊക്കെ വിളിച്ചാൽ വരുന്ന ആളുകളാണ്. അവരുടെ മരണം വളരെയധികം ഭയപ്പെടുത്തി കഴിഞ്ഞു. കഴിഞ്ഞ തവണ എന്തോ ഒരു പ്രത്യേകതരം രോഗം വന്ന് ആ രോഗം കണ്ടുപിടിച്ചു. രോഗം ഇന്നതാണെന്ന് കണ്ടുപിടിച്ചെങ്കിലും അതിന് കുറച്ചും കൂടെ പഠനത്തിന് ആവശ്യമായിരുന്നു. അപ്പോൾ ഡോക്ടർമാർ വന്നിട്ട് പറഞ്ഞു, ഈ ബോഡി ഞങ്ങൾക്ക് പോസ്റ്റ്മോർട്ടത്തിന് വിട്ടേക്കണം, ഇന്നൊരു കംപ്ലയിൻ്റ് ആണെന്നാണ് ഞങ്ങൾ കണ്ടുപിടിച്ചേക്കുന്നത്, അത് ഞങ്ങൾക്ക് കൂടുതലൊരു ഗവേഷണത്തിന് ഉതകുമെന്ന് പറഞ്ഞിട്ട് ആ വീട്ടുകാർ സമ്മതിച്ചില്ല. പക്ഷേ ഞാൻ ചിലപ്പോൾ സമ്മതിച്ചിരുന്നല്ലോ. പക്ഷേ നമുക്കത് പഠിക്കാൻ കൊടുത്തിരുന്നെങ്കിൽ ഭാവി തലമുറയിലുള്ള ഒരുപാട് ആളുകൾക്ക് ചിലപ്പോൾ ആ സുഖം ഒന്നുമില്ലല്ലോ. അപ്പോൾ അവർ രക്ഷപ്പെടാം. ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. കഴിയുന്നതും വളരെ ചെറുപ്പത്തിൽ മരണപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും പോസ്റ്റ്മോർട്ടം എന്ന് പറയുമ്പോൾ നമ്മളതിനെക്കുറിച്ച് ഭയപ്പെടാനൊന്നുമില്ല. ഒരു പോസ്റ്റ്മോർട്ടത്തിലൂടെ വരും തലമുറക്ക് ഗുണം ചെയ്യുമെങ്കിൽ അതല്ലേ ഏറ്റവും നല്ലത്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള മരണങ്ങൾ നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും വരും തലമുറയെ രക്ഷപ്പെടുത്താൻ കഴിയുമെന്ന് തന്നെയാണ് നമ്മുടെ ആശ. ഞാനിത് പറയുമ്പോൾ പല രീതിയിലും ആളുകൾ ചിന്തിച്ചേക്കാം, പോസ്റ്റ്മോർട്ടം ചെയ്യാൻ താനാരോടും എന്നൊക്കെ ചിലപ്പോൾ ചോദിച്ചേക്കാം. പക്ഷേ നമുക്കൊക്കെ മക്കളുണ്ട്, ഇനിയും നമ്മളെ മക്കളൊക്കെ ആകും. അപ്പോൾ അവർക്കൊക്കെ ഭാവിയിൽ അത് ഗുണകരമാവും തീർച്ചയായിട്ടും. അതുകൊണ്ട് ആ ഒരു രീതിയിൽ ഗവൺമെൻറ്റും ചിന്തിച്ചുകൊണ്ട് ഒരു 10 കേസുകളോ അങ്ങനെ എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും പിന്നെ പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ടി വരില്ല, അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാവും. അപ്പോൾ അഡ്വാൻസായിട്ട് അവർക്ക് എന്ത് ചികിത്സ വേണം, അല്ല അഡ്വാൻസായിട്ട് ചെറുപ്പക്കാർ എങ്ങനെയൊക്കെയാണ് ചെക്കപ്പ് ചെയ്യേണ്ടത്, 6 മാസത്തിൽ ചെക്കപ്പ് ചെയ്യണോ, 1 വർഷത്തിൽ ചെക്കപ്പ് ചെയ്യണോ എന്നുള്ളൊരു അവബോധം കൊടുക്കാൻ തീർച്ചയായിട്ടും കഴിയും. ആരോഗ്യരംഗത്ത് അങ്ങനെയൊക്കെ വളർച്ചയുണ്ടാവട്ടെ. നമ്മൾ ചെറുപ്പക്കാർ നമ്മളിൽ നിന്ന് പോയി കഴിഞ്ഞാൽ നമ്മുടെ നാടിനും നമ്മുടെ രാജ്യത്തിനും അത് വളരെയധികം നഷ്ടവും കുടുംബത്തിന് അങ്ങേയറ്റം നഷ്ടവുമാണ്. ശ്രദ്ധിക്കുക.